വേണുഗോപാൽ സർ, കഴിഞ്ഞ മാസം ഇതേ തീയതിയിലാണ് പഹൽഗാമിൽ വളരെ നിരായുധരായ സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ലോകക്രമം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ പഹൽഗാമിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നു. ലോക രാഷ്ട്രങ്ങളിലെ വിവിധ ഇടങ്ങളിലേക്ക് സഖ്യകക്ഷികൾ പോകുന്നു. പാകിസ്ഥാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ അച്ചുതണ്ടൊക്കെ രൂപീകരിക്കപ്പെടുന്നു. അർമേനിയയുമായിട്ട് ഇന്ത്യ കൂടുതൽ സഖ്യത്തിലാവുന്നു. തുർക്കിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തറിയുന്നു. മൊത്തത്തിൽ മാറ്റങ്ങളുടെയും എന്താ പറയുക ധ്രുവീകരണങ്ങളുടെയും അഴിച്ചുപണികളുടെയും ലോകക്രമങ്ങളൊക്കെ ഇങ്ങനെ മാറുന്ന സമയത്ത് പോലും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുള്ള ചോദ്യം, എവിടെയാണ് സാധാരണക്കാരെ കൊന്നുകളഞ്ഞ ആ ഭീകരർ എന്നുള്ളതാണ്. ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ വായന കൊണ്ടോ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആയതുകൊണ്ടോ നമ്മൾക്ക് ആ വിഷയത്തിലൊരു ഉത്തരം കിട്ടിയാലും സാധാരണക്കാർക്ക് അതിലിപ്പോഴും ഒരു ചോദ്യമുണ്ടാകും. ഇത്രയും ഒക്കെ ഫോഴ്സ് ഉണ്ടായിട്ടും ഇത്രയധികം സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും കോടികൾ ഇറക്കി നമ്മൾ യുദ്ധം ചെയ്യാൻ വില്ലിങ് ആയിട്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയിട്ടും എന്തുകൊണ്ട് ആ 5 ഭീകരരെ പിടിക്കുന്നില്ല എന്നൊരു ചോദ്യം. ഈ ചോദ്യത്തിന് എനിക്കറിയാം താങ്കളുടെ തീർച്ചയായിട്ടും ഉത്തരമുണ്ടാകും. ആ ഉത്തരം എന്താണെന്ന് എനിക്കറിയുകയും ചെയ്യാം. എന്നാലും എന്തുകൊണ്ട് അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സാധാരണക്കാരുടെ ചോദ്യത്തിന് മറുപടി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു ചോദ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായ ഒരു ചോദ്യമാണ്. ശരിക്ക് അങ്ങനെ മാത്രമാണോ ഒരു സാധാരണക്കാരനും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണക്കാരനും അങ്ങനെ തോന്നുന്നു, ശരിയല്ലേ പിടിക്കണ്ടേന്ന്. ഇപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ പോകുമ്പോൾ ഒരു കൂട്ടം ഉറുമ്പ് നിങ്ങളെ കടിച്ചു. ആ കടിച്ച ഉറുമ്പിനെ തന്നെ നിങ്ങൾക്ക് കൊന്നേ പറ്റുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യുക? തിരിച്ചു കൊണ്ടുവന്ന് കുറച്ച് DDT ഇടും, ഇല്ലെങ്കിൽ ഒരു ചൂട്ട് വെച്ച് അതിനെ ഒന്ന് വക്കും. അപ്പോൾ ചിലപ്പം നിങ്ങളെ കടിച്ച ഉറുമ്പ് ചിലപ്പോൾ മാളത്തിൽ പോയി രക്ഷപ്പെട്ട് കാണും, വേറെ ചില ഉറുമ്പുകൾ അവിടെ ചാവും. ഇതിൻ്റെ ഫലമായിട്ട് പൊതുവിൽ ഉറുമ്പിനൊരു പേടി വരും. ഈ ഏരിയയിൽ വന്ന് ഇയാളെ കടിച്ചാൽ ഇയാൾ നമ്മളെ ചൂട്ട് വെച്ച് കത്തിക്കും, അല്ലെങ്കിൽ DDT ഇട്ട് നമ്മളെ ഓടിക്കും, വിഷം തന്ന് നമ്മളെ കൊല്ലും എന്നൊരു പേടി വരും. ഇതേ നമുക്ക് പറ്റുള്ളൂ. തിരുട്ട് ഗ്രാമം നമ്മുടെ അപ്പുറത്തുണ്ട്. തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്ന് 4 കള്ളന്മാർ നമ്മുടെ വീട്ടിൽ കയറി. എക്സാക്റ്റായിട്ട് ആ 4 കള്ളനെ നമുക്ക് പിടിക്കാൻ പറ്റിയെന്ന് രീതിയില്ല. നമ്മൾ തിരുട്ട് ഗ്രാമത്തിലെ തലവനെ പിടിക്കുക, അവിടെ നിന്ന് വിട്ടവനെ പിടിക്കുക, അവനെ അകത്താക്കുക, അവനെ ചോദ്യം ചെയ്യുക, അവന് ഭീഷണി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവൻ അടുത്ത തവണ പിന്നെ വേറെ രണ്ടെണ്ണത്തിനെ വിടാതിരിക്കും കുറച്ച് നാളത്തേക്കെങ്കിലും, അല്ലേ? എന്ന് പറഞ്ഞ് തിരുട്ട് ഗ്രാമം പൂർണ്ണമായും ചുട്ടിരിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ മുഴുവൻ പിടിച്ചകത്താക്കുന്നവരെ നമുക്ക് ശാന്തി കിട്ടില്ല. പാകിസ്ഥാനിലെ ടെററിസ്റ്റിനെ ഇപ്പോൾ എന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷമറിയിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റില്ല. അവിടെ ഒത്തിരി പാമ്പുണ്ട്. ഇതിപ്പോൾ മാളത്തിൽ പോവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാമ്പിലെ കുറേ എണ്ണത്തിനെ കൊല്ലുക. അതാണിപ്പോൾ നമ്മൾ 9 കേന്ദ്രങ്ങളിൽ 9 മാളങ്ങളാണ് നമ്മൾ കൊന്നത്. മൂർഖൻ പാമ്പിൻ്റെ 9 മാളങ്ങൾ നമ്മൾ നശിപ്പിച്ചു. കുറേ നാൾ അവിടെ ഇനി മുട്ടയിട്ട് പെരുകില്ല. അതേ പറ്റുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരുന്നേ. ഇത് ഈ ദുഷ്ടശക്തികളുടെ മുഴുവൻ രീതി ഇതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് എണ്ണി പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ കിട്ടിയിരിക്കും, ചിലപ്പോൾ ഇതിനകത്ത് 5-6 എണ്ണം നമ്മളെ എടുത്തതും പോയി കാണും. ഇപ്പോൾ നമ്മൾ ബോർഡറിൽ കുറേ എണ്ണത്തിന് തട്ടിയില്ലേ, അതിനകത്ത് കുറേ പേര് പോയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണി പിടിക്കാൻ പാടാണ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിവെച്ചവർ മാത്രമല്ലല്ലോ ഇതിനകത്ത് എണ്ണിപ്പെറുക്കാൻ പാത്രത്തിൽ ഇവരെ 4 പേരെ അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ തീവ്രവാദികളുടെ കമാൻഡർമാരെ പലരെയും നമ്മൾ തട്ടിയില്ല. അതെ, അവരെ എണ്ണിപ്പെറുക്കി കൊന്നവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ വിഷം മാറ്റാൻ പറ്റില്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്ന വരെ ഇന്ത്യക്ക് ഏറ്റവും അധികം ബോർഡർ നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു രാഷ്ട്രം പാകിസ്ഥാനാണ്. അപ്പം ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ. അവർ കയറുന്നത് 2 രാജ്യമല്ലല്ലോ, ഇതിപ്പോ ഒരു രാജ്യമായിരുന്നില്ലേ. അതിനൊരു ബോർഡർ ഇല്ല ശരിക്കും. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു LOC ആണ്. കാരണം ഇപ്പൊ കേരളത്തിനെ വെട്ടിമുറിക്കുന്ന പോലെയാണ്. നാളെ നമ്മൾ കൊച്ചിക്ക് അപ്പുറം അങ്ങോട്ട് വേറൊരു സംസ്ഥാനം, ഇത് വേറൊരു സംസ്ഥാനം തിരിച്ചു കഴിഞ്ഞാൽ അതൊരു നാരോ ബോർഡർ നമ്മൾ ഉണ്ടാക്കുന്നല്ല. അവിടെ ഒരു ടെക്നിക്കലി ഒരു ബോർഡർ ഉണ്ടെന്നല്ലാതെ അല്ലാതെ അർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നാളെ ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് അവിടുന്ന് പശുവിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടും, ഇവിടുന്ന് പശുവിനെ അവിടെ കൊണ്ടുവന്ന് കെട്ടും. ഇതൊക്കെ ഇപ്പോഴും ആളുകൾക്ക് തിരിച്ചറിഞ്ഞൂടാ. അവരിപ്പോഴും ഗ്രാമീണം അങ്ങനെയല്ലേ നമ്മുടെ ഒരു CRPF ജവാനെ കൊണ്ടുപോയത്. അതെ അതെ. അപ്പോൾ ഇത്തരം വലിയൊരു ബോർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെ പല രീതിയിലായിരിക്കും വരുന്നത്. ആട് മേയ്ക്കാൻ വരുന്നവരായിരിക്കാം, സാധാരണക്കാരായ തൊഴിലാളികളായി വരുന്നതായിരിക്കും. ഇവർ വരുമ്പോൾ ഒരു സംഘമായിട്ട് ഒരു ഗ്രൂപ്പ് നേതാവിൻ്റെ കൂട്ടായിരിക്കും വരുന്നത്. അവർ വല്ല വിറകുവെട്ടുകാരായിട്ടായിരിക്കും വരുന്നത്. അവർ വരുന്നു, ഗ്രാമത്തിൽ വരുന്നു, ജോലി ചെയ്യുന്നു, ഒരു അരക്ഷിതാവസ്ഥമായ ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് ഇവർ വരുന്നു. ഇവർ യുദ്ധം ഈ പറഞ്ഞതുപോലെ ഭീകരാക്രമണം നടത്തുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ ഏതെങ്കിലും ഗ്രാമവാസികളെ പോലെ തന്നെ പെരുമാറുന്നു. അതായത് ഇവർ ഇതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ തന്നെയാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്നുള്ളത് നമ്മൾ നേരത്തെയും കണ്ടതാണ്.
അതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളെ കൊന്നു തള്ളി അവരെ പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ 2-3 കാരണങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ അവർ ഇതിനാൽ ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ്. രണ്ടാമത്തെ കാര്യം, ലോക്കലായിട്ട് ഇവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ. ഒരുപാട് ആളുകൾ ഈ സാധാരണക്കാരെ ലോക്കലായി കിട്ടുന്ന ആളുകളുടെ പ്രൊട്ടക്ഷൻ, ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ഭീകരവാദം നടത്താൻ പോവുകയാണെന്നും ആക്രമണം ഇവിടെ ഉണ്ടാകുമെന്നും ഞങ്ങൾ ഇവരെ ഒളിച്ച് താമസിപ്പിക്കേണ്ടതുണ്ടെന്നും ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടെന്നും അഭയകേന്ദ്രങ്ങൾ കൊടുക്കണം, ഇവരുടെ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞ് 2500-ലധികം ആളുകളെയാണ് കശ്മീർ പോലീസും സേനയും എല്ലാം കൂടെ അറസ്റ്റ് ചെയ്തത്. ഇവരെവിടെയാണ് ഒളിച്ച് താമസിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് കൊല്ലാൻ വന്ന തോക്കെടുത്ത് വന്നത് 5 പേരാണെങ്കിൽ കൊല്ലാനുള്ള മനസ്സുള്ള 10,000-2000-ലധികം ആളുകളെ പിടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ കൊന്ന ഭീകരൻ, അവനെ എന്തുകൊണ്ട് നമ്മൾ തീർത്തില്ല എന്ന ചോദ്യത്തിന് അത് കേവലം ഒരു ചോദ്യം മാത്രമാണ്, അതിനൊരു പ്രസക്തി. ഞാൻ തിരുട്ട് ഗ്രാമത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. തിരുട്ട് ഗ്രാമത്തിൽ അവിടുന്ന് 3 പിള്ളേർ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ കയറി മോട്ടിച്ചുകൊണ്ട് പോയി. ആ കുട്ടികളെ അല്ലെങ്കിൽ ആ യുവാക്കളെക്കാൾ എനിക്ക് പ്രധാനം ആരാണ്? ആ തിരുട്ട് ഗ്രാമത്തിന്റെ തലവനാണ്. കാരണം ഈ 3 പിള്ളേരെ കൊന്നാലും അടുത്തത് വേറെ 4 എണ്ണത്തിനെ അവൻ വീണ്ടും വിടും. അപ്പം തിരുട്ട് ഗ്രാമത്തിനെ വിരട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവിടുത്തെ തലവനെ വിരട്ടുക, അവന് ഭീകരമായ നഷ്ടമുണ്ടാക്കുക, അവന് മുറിവേൽപ്പിക്കുക, അവന് ധനനഷ്ടമുണ്ടാക്കുക. ഇത് ഇനി ആവർത്തിച്ചാൽ നിനക്ക് ചിലപ്പം ഈ തിരുട്ട് ഗ്രാമം മൊത്തം നഷ്ടപ്പെടും എന്ന് ഭീഷണി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ചെയ്യാവുന്ന കാര്യം ആദ്യം ഇന്ത്യയെ ഭാരതീയരുടെ ഇന്ത്യ ആക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരുപാട് പാകിസ്ഥാനികളുണ്ട്, അത് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. അത് പറയുമ്പോൾ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. പാകിസ്ഥാൻ ചിന്തയുള്ളവൻ പോലും ഇന്ത്യയിൽ നിൽക്കാൻ അർഹനല്ല. ഇന്ത്യൻ ചിന്തയുള്ളവൻ. അതുകൊണ്ടാണ് നമ്മൾ ഒവൈസിയെ ബഹുമാനിക്കുന്നത്, അതുകൊണ്ടാണ് ഒമർ അബ്ദുള്ളയെ ബഹുമാനിക്കുന്നത്, അതുകൊണ്ടാണ് ശശി തരൂരിനെ ബഹുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് നിർണായക നിമിഷത്തിൽ എനിക്ക് ഇന്ത്യൻ ആവാൻ കഴിയണം, അപ്പോൾ ഞാൻ പാകിസ്ഥാനി ആവരുത്. പാകിസ്ഥാന്റെ നാവായിട്ട് ആര് സംസാരിക്കുന്നു അവൻ രാജ്യദ്രോഹിയാണെന്ന് ഞാൻ പറയും. കാരണം അന്തരാള ഘട്ടത്തിൽ നമുക്ക് വേറെ ആരുമില്ല നമ്മളെ സഹായിക്കാൻ. അമേരിക്ക പോലും നമ്മളെ സഹായിക്കാനില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളുണ്ടാക്കിയ തദ്ദേശീയമായ ആയുധങ്ങൾ, നമ്മൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വെച്ചിട്ടാണ് അവനെ നമ്മൾ വിരട്ടി നിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഇരുന്ന് നമ്മളെ അവിടെ എത്ര വിമാനം തകർന്നു എന്നല്ല, ഇവിടുത്തെ ഒരു വിമാനമെങ്കിലും തകർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ വിളിക്കണ്ടേ? നമ്മൾ മുൻകൂറായിട്ട് ഞങ്ങൾ നിങ്ങളെ അടിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെയല്ല അടിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് അടിക്കാൻ പോകുന്നതെന്നൊരു മുൻകൂർ കൊടുത്തതിന് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ അർത്ഥം എന്താണ്? അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇത് കാശ്മീരിൻ്റെ ബോർഡറിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാശ്മീരിലെ ബോർഡറിലുള്ളവർ അവർക്ക് ഇന്ത്യ സ്നേഹത്തേക്കാൾ വലിയ സ്നേഹം ഞാനൊരു മുസ്ലിമാണെന്നുള്ളതാണ്. ആ സ്നേഹം എങ്ങനെ ഉണ്ടാക്കി? 2ാമത്തെ വയസ്സിനും 6ാമത്തെ വയസ്സിനും ഇടയ്ക്ക് ഈ മത തീവ്രവാദം തള്ളിക്കയറ്റിയിട്ടാണ്. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉടപ്പിറപ്പുകളുടെ സ്നേഹമാണ് ഇസ്ലാം. ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം ഉടപ്പിറപ്പുകളുടെ സ്നേഹമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പറന്നവനാണ് ഞാൻ, നീയും അതാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹമുണ്ടല്ലോ, അതാണ് ഇസ്ലാം മതം പറയുന്നത്. ഇതെല്ലാം എന്തിനാണ്? നമ്മൾ മറ്റുള്ളവനെ എൻ്റെ സഹോദരനായി കണ്ടുകൊണ്ട് സ്നേഹിക്കാനും അവന് ദാനം ചെയ്യാനും, വിശന്നവന് വിശന്നിരിക്കും. നമ്മൾ വിശപ്പിനെ കുറിച്ച് പഠിക്കാനാണ് ഈ നോയമ്പ് വെച്ചിരിക്കുന്നത്. എന്താണ് വിശപ്പ്? വിശപ്പിൻ്റെ വില എന്താണ്? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി എന്താണ്? അപ്പോൾ അത് കൂടെ ഉള്ളവരെ എല്ലാവരെയും അയൽവക്കാരനെ എല്ലാം വിളിച്ചിരുത്തി നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ എത്ര വലിയ പങ്കാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഇത് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം മതം. സഹോദര സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് ഇസ്ലാം മതം. വിശ്വാസികളായ ഒരുപാട് നല്ലവരായ ആൾക്കാരും അവിശ്വാസികളായ ആളുകളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും സാർ പറഞ്ഞതിൽ ഒരു പോയിന്റായി ഞാൻ എടുക്കുന്നത്, പാകിസ്ഥാൻ മനസ്സോടുകൂടി അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രം ഒരു പ്രതിസന്ധിയിലാവുന്ന സമയത്ത് ആ നിമിഷത്തിൽ ഞാൻ ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യയോട് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ വിയോജിപ്പുണ്ടെങ്കിലും എൻ്റെ ഭാരതം, എൻ്റെ നാട് ഒരു പ്രതിസന്ധിയിലാവുന്ന സമയത്ത് ഞാൻ ഇന്ത്യക്കാരനാണ്, എൻ്റെ നാടിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന മാനസികാവസ്ഥയിലേക്ക് വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ പാകിസ്ഥാനികളായിട്ടുള്ള നിരവധി ആളുകൾ അവർ ഇന്ത്യയെ പാകിസ്ഥാനാക്കുകയാണ്. ഇന്ത്യയെ പാകിസ്ഥാനാക്കുക എന്ന് പറയുന്നത് ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, അവനനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ,
അവൻ അനുഭവിക്കുന്ന ദൈനംദിന ജീവിതത്തിന് വേണ്ട സുരക്ഷിതത്വം ഇല്ലായ്മ, അതെല്ലാം ഇന്ത്യയിലെ 140 കോടിക്ക് നിങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇന്ത്യ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ലോകരാഷ്ട്രങ്ങളോട്, പ്രത്യേകിച്ച് സൗദിനെ പോലെയുള്ള എക്കണോമിക്കൽ പവേഴ്സിനോട് ഇന്ത്യ ചേർന്ന് നിൽക്കാൻ പോകുന്ന സമയത്ത് തന്നെ കറക്റ്റായി ഒരു അറ്റാക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവരുടെ ലക്ഷ്യം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. പാകിസ്ഥാനിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനവും കൊടുക്കാൻ ഇവർക്ക് പട്ടാള മിലിറ്ററിക്ക് സാധിക്കുന്നില്ല. പട്ടിണി വർദ്ധിക്കുന്നു, പണപ്പെരുപ്പം അതിൻ്റെ ഏറ്റവും അവസ്ഥയിലാണുള്ളത്, മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ പട്ടാളക്കാരോടുള്ള പാകിസ്ഥാനികളുടെ, സാധാരണക്കാരായ ആളുകളുടെ ഇഷ്ടം കുറയുന്നു, അല്ലെങ്കിൽ അവരുടെ ഉള്ളൊരു പ്രശ്നങ്ങൾ, അങ്ങനെ അജിറ്റേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ അവരുടെ ടൂളുള്ളത് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയൊരു തീവ്രവാദി അറ്റാക്കായിരുന്നു. അപ്പോൾ മൾട്ടി രീതിയിൽ, അതായത് ഒന്ന് ഇന്ത്യ വളരുന്നു, രണ്ട് പാകിസ്ഥാനുള്ളിലെ പ്രശ്നങ്ങളെ താൽക്കാലികമായെങ്കിലും ഇമോഷണലി വരിഞ്ഞു മുറുക്കിക്കെട്ടാൻ ഇന്ത്യക്കെതിരെ ആക്രമിക്കുക. ഇന്ത്യ തിരിച്ചടിക്കുന്ന സമയത്ത് നിലവിളിച്ചുകൊണ്ട് അയ്യോ നോക്കൂ ഞങ്ങൾ പാകിസ്ഥാനികളെ ഇന്ത്യ ആക്രമിക്കുന്നേ എന്ന് പറയുക. അല്ലെങ്കിൽ പാകിസ്ഥാൻ സീസ് ഫയർ വന്ന സമയത്ത് മീഡിയകളെല്ലാം പറഞ്ഞിരുന്നത് പാകിസ്ഥാന് ജയിച്ചു, ഇന്ത്യ തോറ്റു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ സ്വയം അവർക്ക് വേണ്ടി ഒരു വിലയിട്ട് അല്ലെങ്കിൽ സ്വയം അഭിമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. സോ ഞാൻ ഇപ്പോഴും പറയുന്നത്, സാധാരണക്കാരായ ഈ പ്രേക്ഷകർ ആർക്കെങ്കിലും മനസ്സിലിങ്ങനെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ പഹൽഗാമിൽ അറ്റാക്ക് ചെയ്ത് വെടിയുതിർത്ത ആളുകളെ കൊന്നില്ല, അവരെവിടെ എന്ന ചോദ്യത്തിന് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളതിന് പകരമായി അതിൻ്റെ 100 ഇരട്ടിയിൽ നമ്മൾ ഇതിനോടകം തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇതേ ഉള്ള ഉത്തരം. നമുക്ക് എലിയെ പേടിച്ച് ഇല്ലം ചുടാനൊക്കെ ഇല്ല. നമുക്ക് എലിയുടെ മാളങ്ങളിൽ നമുക്ക് വിഷപ്പുക വമിക്കാം, അതിനകത്ത് തീപ്പന്തങ്ങൾ എറിയാം. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് എലി ചത്തു എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. കുറേ എലികൾ ചത്തു, നമ്മളെ ആക്രമിച്ച കുറേ എലികൾ ചത്തു. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി എലികൾ ഇങ്ങോട്ട് വരാൻ പേടിക്കും. കാരണം എന്താ പറയുക, അവന് പകുതി വെന്ത എലിയൊന്നും ഇനി ഇങ്ങോട്ട് വരില്ല, അവൻ ഓടും അവിടുന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം മാളങ്ങളിലാണ് നമ്മുടെ ബോർഡർ ബെൽറ്റിൽ മുഴുവൻ മാളങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഹമാസ് മോഡലിൽ. ആ മാളങ്ങൾ POKയിലേക്ക് തുറന്നിട്ടുണ്ട്. ആ വീടുകളൊക്കെയാണ് നമ്മൾ തകർത്തത്, മനസ്സിലായില്ലേ? അപ്പം ഇതുവഴി ഭക്ഷണം, വെള്ളം എല്ലാം കൊടുത്തുകൊണ്ട് ഒരു ചെറിയ ടെറർ സംവിധാനം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ടെറർ സംവിധാനം നമ്മൾ തകർക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. അല്ലാതെ ഈ കൊന്ന 3 എണ്ണത്തിനെ തിരിച്ചു കൊല്ലുക എന്ന് പറയുന്ന അത് വെറും ബാലിശമായ ഒരു ചോദ്യമാണ്. അത് എവിടെ ആപ്ലിക്കബിൾ ആവുമെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ എന്നെ ഒരാൾ വധിച്ചു എങ്കിൽ ആ വധിച്ച ആളിനെ തിരിച്ച് തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിന് ഇടാനോ ഈ രാഷ്ട്രത്തിന് ബാധ്യതയുണ്ട്. അത് എവിടെയാണ്? ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഇതിനകത്ത് നടക്കുമ്പോഴാണ്. ഇതൊന്നും ഇല്ലാതെ ഇവിടെ നോടി അപ്പുറത്ത് പോകുന്നവനെ നമുക്ക് പാകിസ്ഥാൻ മുഴുവൻ ചിലപ്പോൾ വെടിവെച്ച് പാകിസ്ഥാനികളെ മുഴുവൻ കൊന്നാലേ ചിലപ്പോൾ ഒരു തീവ്രവാദിയെ നമുക്ക് കിട്ടുമെന്നുള്ളൂ. അപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുടണോ? അങ്ങനെ ഇല്ലം ചുട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? ഇതാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പാകിസ്ഥാനെ വേണമെങ്കിൽ തകർക്കാമായിരുന്നു. തകർത്താൽ ലോകം മുഴുവൻ നമുക്കെതിരാകും. പിന്നെ അവിടെ കുറേ ജനങ്ങൾ എന്നാലും അവശേഷിക്കും. ആ ജനത്തിൻ്റെ മുഴുവൻ ദൈന്യതയും ദീനതയും നമ്മൾ പേറുണ്ടായി. അപ്പോൾ പാകിസ്ഥാനെ നമ്മൾ എടുക്കാൻ പോകുന്നു. പാകിസ്ഥാൻ നമ്മുടെ സഖ്യരാഷ്ട്രമാക്കി അല്ലെങ്കിൽ കോളനിയാക്കി നമ്മൾ മാറ്റാൻ പോവുകയാണോ? ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് രാഷ്ട്രത്തിന്. ഇവിടെ ഇരിക്കുന്ന വാട്സാപ്പിൽ ഈ മെസ്സേജ് ഇടുന്നവർക്ക് ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട് ഇത്ര ആയ സ്ഥിതിക്ക് ബാക്കി കൂടെ അടിച്ചങ്ങ് കിട്ടില്ല എന്ന് ചോദിക്കാൻ എളുപ്പമാണ്. ഒരു രാഷ്ട്രത്തിന് ഇന്നത്തെ കാലത്ത് അത് പാടാണ്. ഒരു രാഷ്ട്രത്തിനും, ചൈനയ്ക്ക് പോലും ഇന്ത്യയെ കീഴടക്കാൻ, ആയുധം കൊണ്ട് കീഴടക്കിയാലും പൂർണ്ണമായും കീഴടക്കാൻ പറ്റാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പാകിസ്ഥാനെ പോലും ചൈനയ്ക്ക് പൂർണ്ണമായും കീഴടക്കാൻ ഒക്കില്ല. ഇതുപോലെ വെച്ച് കളിപ്പിക്കാനേ പറ്റുള്ളൂ. ആ കളിയിലൂടെ അവൻ്റെ ധാതുക്കളും മറ്റു സാധനവും ഓട്ടിച്ചെടുക്കുക എന്നും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ചാടി കളിയുടെ കൊച്ചുരാമ എന്ന് പറഞ്ഞു ഇത് കളിപ്പിക്കാനേ പറ്റുള്ളൂ. അത് ചൈനയ്ക്കറിയാം. അതുകൊണ്ടാണ് ചൈന ബുദ്ധിപൂർവ്വം ആ കളി കളിക്കുന്നത്. ഇന്ത്യക്കും അറിയാം ഇപ്പം നമ്മൾ കയറി അടിക്കാൻ പാടില്ല. അടിച്ചാൽ പിന്നെ നമ്മുടെ നാശമാണ്, സർവ്വനാശമാണ്. ഇതിപ്പോൾ നമുക്കറിയാം ആരെ അടിക്കണ്ടേ. നമുക്ക് അടിക്കാൻ ഒറ്റ ആൾ മതി. നമുക്ക് പാകിസ്ഥാനെ അടിക്കണ്ട, നമുക്ക് ബംഗ്ലാദേശിനെ അടിക്കണ്ട, നമുക്ക് മ്യാൻമാറിനെ അടിക്കണ്ട, നമുക്ക് മാലിദ്വീപ്സിനെ അടിക്കണ്ട, നമുക്ക് ശ്രീലങ്ക അടിക്കണ്ട. നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒറ്റ അടി മതി. ചൈനയെ മാത്രം അടിച്ചാൽ മതി. പക്ഷേ നമുക്ക് അടിക്കാൻ പറ്റൂ. അടിച്ചാൽ നമ്മളും അവരും നശിക്കും. സർവനാശം എന്ന് പറയില്ലേ. പിന്നെ എന്നാലും ബാക്കി കാണും നമ്മുടെ കുറേ പേര്. അത് മതിയോ നമുക്ക്? അത് മതിയെങ്കിൽ അങ്ങനെ മതി. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്.